بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أفأمن أهل القرى أن يأتيهم بأسنا بياتا وهم نائمون. أفأمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. أفأمنوا مكر الله فلا يأمن مكر الله إلا القوم الخاسرون. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്നൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഓരോ ദിവസങ്ങളിലും അള്ളാഹുവിങ്കലേക്ക് കൂടുതൽ അടുക്കാനും അള്ളാഹുവെക്കുറിച്ച് വിശ്വാസികൾക്ക് ഏറെ ബോധമുണ്ടാകാനും ആ നിലക്കുള്ള പല പ്രതിഭാസങ്ങളാണ് നമുക്ക് മുമ്പിൽ നാം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. മുൻകാല സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടതും ഈ ഭൂമിയിലേക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ ഏതവസ്ഥയിൽ വരുന്നു എന്നതുമൊക്കെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതിൻ്റെ തോന്നലുകളുമൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായ മണിക്കൂറുകൾ കഴിഞ്ഞ് ദിവസങ്ങളായിട്ടില്ല.
പ്രത്യേകമായ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളും ശിക്ഷകളുമൊക്കെ അതറിയുമ്പോഴും കാണാത്തവരെ പോലെ കേൾക്കാത്തവരെ പോലെ നടക്കുന്നതിന് പകരം ഇതേക്കുറിച്ചൊക്കെ കൂടുതലായിക്കൊണ്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ ഖുർആനിലേക്കും അവൻ്റെ ദീനിലേക്കും വിനയാന്വിതരായിക്കൊണ്ട് മടങ്ങാൻ നമ്മളേറെ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. മഹദിയായ ആയിഷത്ത് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങളുടെ കൊച്ചുകൂരയിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഒരു ചെറിയ കാറ്റ് വീശിയാൽ മതി അവിടുത്തെ മുഖത്ത് അതിൻ്റെ അടയാളങ്ങൾ കാണുമായിരുന്നു. അതുവരെയുള്ള സംസാരങ്ങളൊക്കെ നിർത്തി തൻ്റെ കൊച്ചുകൂരയിൽ നിന്ന് പുറത്തേക്കിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പേടിയോടുകൂടി നടക്കുന്ന റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയുന്നു, ഞാൻ ചോദിക്കാറുണ്ടായിരുന്നു, റസൂലേ, ഒരു ചെറിയ കാറ്റ് വീശുമ്പോൾ, ഒരു ചെറുതായിട്ടൊന്ന് മഴ പെയ്യുമ്പോൾ എന്തുകൊണ്ട് റസൂലെ നിങ്ങൾ ഇത്രത്തോളം പേടിക്കുന്നു? ഈ നാട്ടിലുള്ളവരാകട്ടെ സന്തോഷത്തിലാണ് ഇതൊക്കെ ലഭിക്കാൻ വേണ്ടി. ആയിഷ റളിയല്ലാഹു അൻഹയോട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറുപടി, ആയിഷ, ഇതുപോലെയുള്ള കാറ്റുകളായിരുന്നു, ഇതുപോലെയുള്ള ചെറിയ മഴത്തുള്ളികളായിരുന്നു പൂർവകാല സമുദായങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞയച്ചത്. എത്രത്തോളം കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, ഒന്നിനും പറ്റാത്ത ചവച്ചരക്കപ്പെട്ട നിലക്കുള്ള അയാകെ തകർന്നടിഞ്ഞ ഈത്തപ്പന തടികളെ പോലെ മുൻകഴിഞ്ഞ കയ്യൂക്കിലും ആരോഗ്യത്തിലും ആൾബലത്തിലും ആയുസ്സിലും ഈ സമുദായത്തെക്കാൾ എത്രയോ കഴിവും ശേഷിയുമുള്ള പല പൂർവകാല സമുദായങ്ങളെയും അല്ലാഹു തആല നശിപ്പിച്ചത് അവർക്കും ആദ്യമൊക്കെ നല്ല ചെറിയ അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാറ്റുകളെ പറഞ്ഞയച്ചുകൊണ്ടായിരുന്നു. ആ കാറ്റുകളെ കണ്ടപ്പോൾ, ചെറിയ മഴത്തുള്ളികളെ കണ്ടപ്പോൾ ആ നാട്ടുകാരൊക്കെ വീടുകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി, റോഡുകളിലേക്ക് ഇറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി സന്തോഷത്തിൽ ആർത്തട്ടഹസിച്ച് ചിരിച്ചു. ആ മഴയാകട്ടെ കാറ്റാകട്ടെ ആ പ്രദേശത്തെയും ഗ്രാമത്തെയും രാജ്യത്തെയും ഒന്നടങ്കം നശിപ്പിക്കുന്ന രീതിയിലായിരുന്നു ആ സമൂഹത്തിലേക്ക്, ആ രാജ്യത്തിലേക്ക് അല്ലാഹു തആല ഇതിനെയൊക്കെ പറഞ്ഞയച്ചത്. എത്ര സമുദായങ്ങൾ! പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പതിവായിരുന്നു ഇത്. എന്തെങ്കിലും ഒന്ന് വ്യത്യാസം കണ്ടാൽ അവിടുന്ന് നേരെ പേടിക്കുകയാണ്, അവിടുന്ന് ഭയപ്പെടുകയാണ്, അല്ലാഹുവിൻ്റെ ശിക്ഷ ഞങ്ങളിലേക്ക് വന്നിറങ്ങുമോ എന്ന്. പക്ഷേ നമ്മൾക്കാർക്കും ആ നിലക്കുള്ളൊരു ചിന്തയല്ല ഉണ്ടായത്. ഇതൊക്കെ കാണുമ്പോൾ ശക്തമായ നിലക്കുള്ള പൊടിക്കാറ്റുകൾ നമ്മൾ കണ്ടു, അത് നമ്മൾ അനുഭവിച്ചു. താമസിക്കുന്ന വീടിനുള്ളിലേക്ക് പോലും അതല്ല, ഏതൊക്കെ എവിടെയൊക്കെ എത്രത്തോളം നമ്മൾ ഇതേപോലെയുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും എത്തില്ല എന്ന് വിചാരിക്കുന്നുവോ, എല്ലാവരും ഒന്നടങ്കം ഇതുപോലെ ജീവിതത്തിൽ കാണാത്ത വിധം, കണ്ടിട്ടില്ലാത്ത വിധം അതിൻ്റെതായ ദുരന്തങ്ങൾക്ക് നമ്മൾ സാക്ഷികളായി. സഹോദരങ്ങളെ, നാം ഓർക്കേണ്ടത് ഇത്തരം സന്ദർഭങ്ങളിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ച റബ്ബിന്റെ ഖുർആൻ ഓതിക്കൊണ്ട് പഠിപ്പിക്കുന്നു, ഏത് സമയവും ഈ ഒരു സമയം മതി ഈ ലോകം നശിക്കാനും. സൂറത്തുൽ ഹജ്ജിന്റെ 1-2 വചനങ്ങൾ, യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും ഇന്ന സൽസലത്തസ്സാഅ ഷൈഉൻ അളീം. ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണേ. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന സൽസലത്തസ്സാഅ, തീർച്ചയായും അന്ത്യദിനത്തിന്റെ കുലുക്കമെന്ന് പറയുന്നത് ഷൈഉൻ അളീം, അത് വമ്പിച്ചതാണ്. എന്നിട്ടോ അല്ലാഹു തആല പറയുന്നു, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർളഅത്. മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മ താൻ മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധമായി പോകുന്ന നിലയിലാണ് അന്ത്യദിനത്തിന്റെ കിലുക്കം വരാനിരിക്കുന്നത്. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ, ഗർഭത്തിലിരിക്കുന്ന ഒരു പെണ്ണ് താൻ ഗർഭവതിയാണ്, തൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ട്. അന്ത്യദിനത്തിന്റെ ശബ്ദം കൊണ്ട്
അന്ത്യദിനത്തിന്റെ ഗൗരവം കൊണ്ട് ആ ഉമ്മ തന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ പ്രസവിച്ചു പോകുന്നു. ജനങ്ങളെയൊക്കെ നിനക്ക് മത്ത് പിടിച്ചതായിട്ട് കാണാം, പക്ഷെ വമാഹും ബിസുകാറ, ആർക്കും മത്ത് പിടിച്ചതല്ല. പേടിച്ച് വിറച്ചുകൊണ്ട് ഓടുകയാണ്. നിങ്ങൾ ഓർക്കണം, അള്ളാഹുവിന്റെ ശിക്ഷ അത് വളരെ കഠിനമാണ് എന്ന് സൂറത്തുൽ ഹജ്ജിന്റെ 1-2 വചനങ്ങളിലൂടെ അള്ളാഹു തആല പഠിപ്പിക്കുന്നു. ഏത് പരീക്ഷണങ്ങൾ വരുമ്പോഴും, അത് മഴയാകട്ടെ, ശക്തമായ കാറ്റുകളാകട്ടെ, മറ്റുള്ള ഭൂമികിലുക്കങ്ങളാകട്ടെ, അത് ഏതെങ്കിലും നിലക്കുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ടവരെ പ്രകൃതിയുടെ പ്രതിഭാസത്തിന് ഒരല്പം വ്യത്യാസം വരുമ്പോൾ നമ്മുടെ നേതാവിന്റെ പതിവും അന്ത്യദിനത്തെ കുറിച്ചായിരുന്നു ചിന്തിക്കുന്നത്. അതുകൊണ്ട് ആ ചന്ദ്രന് ഗ്രഹണം ബാധിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിനെ കുറിച്ച് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുന്നത്, സൂര്യന് ഗ്രഹണം ബാധിച്ചു. ഫഖാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കുകയാണ്. ഫസിഅൻ, പേടിച്ചുകൊണ്ട് എന്നിട്ട് പള്ളിയിലേക്ക് ഓടുകയാണ്. എന്നിട്ടോ യഖ്ശാ അൻ തകൂന സ്സാഅ, അല്ലാഹുവിന്റെ റസൂല് സൂര്യന് ഗ്രഹണം ബാധിക്കുമ്പോ, ചന്ദ്രന് ഗ്രഹണം ബാധിക്കുമ്പോ എഴുന്നേറ്റുകൊണ്ട് പേടിച്ച് പള്ളിയിലേക്ക് ഓടുന്നത് യഖ്ശാ അൻ തകൂന സ്സാഅ, അന്ത്യദിനം സംഭവിക്കുമോ എന്ന പേടിയായിരുന്നു. നമ്മൾക്ക് ആ പേടിയില്ലാത്തത്. ഇനിയും ഒരുപാട് വർഷങ്ങളുണ്ട്, പല അടയാളങ്ങളും വരാനിരിക്കുന്നു. സഹോദരങ്ങളെ, ഒന്നുമല്ല, ഒരു ചെറിയ വ്യത്യാസങ്ങൾ കാണുമ്പോഴത്തേക്ക് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പേടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഓടാൻ കാരണം ലോകത്തിന്റെ നാശം അത് സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടായിരുന്നു അവിടുന്ന് ഓടുന്നത്. ആ പേടിയോടുകൂടിയ ലോകത്തിന്റെ നേതാവ് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി ഓടുന്നത്. സഹോദരന്മാരെ, എന്തുമാത്രം സമുദായങ്ങളും എന്തുമാത്രം കയ്യൂക്കുള്ളവരും പലരും അക്രമങ്ങൾ കൊണ്ടും തോന്നിവാസങ്ങൾ കൊണ്ടും നശിപ്പിക്കപ്പെട്ടു. ഖുർആനിന്റെ ആയത്തുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ സൂറത്തുൽ ഖസസിലൂടെ, സൂറത്തുൽ നഹ്ലിലൂടെ, അതേപോലെ തന്നെ മറ്റുള്ള വചനങ്ങൾ സൂറത്തുൽ ഹജ്ജിലൂടെ, അതുപോലെയുള്ള സൂറത്തുകളുടെയും ഒക്കെ കണ്ണോടിക്കുമ്പോൾ പൂർവ്വകാല സമുദായങ്ങൾക്ക് ശിക്ഷ നൽകിയിട്ട് പല സ്ഥലങ്ങളിലും അല്ലാഹു പറയുന്നു, അള്ളാഹുവിന്റെ ശിക്ഷയെ തൊട്ട് നിങ്ങൾക്ക് വരില്ല എന്ന് നിങ്ങളാരും ചിന്തിക്കേണ്ട. ശിക്ഷ വരും. വന്നു കഴിഞ്ഞാൽ ഇന്നും ഭൂമി ലോകത്ത് പല സ്ഥലങ്ങളിലും പടച്ചറപ്പിന്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളിൽ ആ അവിടെ പിൽക്കാലത്ത് വരുന്ന സമുദായങ്ങൾക്ക് താമസിക്കാൻ പോലും കഴിയാത്ത വിധം അല്ലാഹു തആല നശിപ്പിച്ച സമുദായങ്ങളുണ്ട്. നമ്മൾ വിചാരിക്കുകയാണ്, എനിക്കെത്തിയിട്ടില്ല, അന്ത്യദിനം അടുത്തെത്തിയിട്ടില്ല. റസൂലുള്ളാഹി പറയുന്നു, അന്ത്യദിനത്തിന് നിങ്ങൾ ഇനിയൊന്നും കാത്തു നിൽക്കേണ്ടതില്ല. ഞാൻ ജനിച്ചത് തന്നെ, മുഹമ്മദ് നബിയായി ഞാൻ ജനിക്കുന്നത് തന്നെ അന്ത്യദിനത്തിന്റെ ഒരു അടയാളമായിട്ടാണ്. അന്ത്യദിനത്തിന്റെ ആ ഒരു കാറ്റുമായിട്ടാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്റെ മരണം 6 കാര്യങ്ങൾ നിങ്ങൾ എണ്ണിക്കോ. ആ 6 എണ്ണത്തിൽ ഒന്ന് റസൂലുള്ളാഹി പറയുന്നു, മൗത്തി, എന്റെ മരണമാണ്. 6 അടയാളങ്ങൾ ഈ ഭൂമിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിലൊന്ന് പറയുന്നു, എന്റെ മരണം. എന്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി അന്ത്യദിനത്തിന് അധികം ബാക്കിയില്ല എന്ന് സമുദായമേ നിങ്ങൾ പഠിച്ചോ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരുപാട് അടയാളങ്ങൾ പറഞ്ഞു. അതിലേറെയും അല്ലാഹുവിന്റെ റസൂൽ എന്ന് പറയുകയാണ്, വകഥറത്തുസ് സലാസിൽ, ആവർത്തിച്ച് വരുന്ന ഭൂമി കുലുക്കങ്ങൾ. പടച്ച റബ്ബിന്റെ ഭൂമി തോന്നിവാസങ്ങളും അക്രമങ്ങളും അല്ലാഹുവിന്റെ ആയത്തുകളെ തൊട്ട് അവഗണിച്ച് നടക്കുന്ന ഒരു സമുദായം ഈ ഭൂമിപ്പുറത്തുണ്ടായി കഴിഞ്ഞാൽ ആ സമുദായത്തിലേക്കാണ് ആവർത്തിച്ച് വരുന്ന ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. ഡാൻസ് ചെയ്യുന്ന പെണ്ണുങ്ങൾ, അത്തരം സ്ത്രീകൾ, കള്ള് പല പേരുകളിലായി കള്ളറിയപ്പെട്ട് അത് കുടിക്കുന്ന ഒരു സമയം വരുമ്പോ ആ പ്രദേശങ്ങളിലും ആ രാജ്യങ്ങളിലും നിങ്ങൾക്കും പ്രതീക്ഷിക്കാനുള്ളത് ഇതുപോലെയുള്ള ഭൂചലനങ്ങൾ തന്നെയാണ്. അങ്ങനെ വമ്പിച്ച ഘോര ശബ്ദത്തിലൂടെ, മഴയിലൂടെ, കാറ്റിലൂടെ, ഭൂചലനങ്ങളിലൂടെ, ഭൂമി കീഴ്മേൽ മറിക്കപ്പെടുന്ന ആ സമ്പ്രദായങ്ങളിലൂടെ പല നിലക്കും അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ പേടിക്കണേ. ഇതുപോലെയുള്ള പ്രതിഭാസങ്ങൾ വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പേടിച്ചുകൊണ്ട് ഓടുന്നു, അല്ലേ? മനസ്സറിഞ്ഞുകൊണ്ട് ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. നാം ആഘോഷിച്ചു,
നാം ഓടിയിട്ടുണ്ട്, നാം പോയിട്ടുണ്ട്. കടകളിൽ നിന്ന് റൂമിലേക്ക്, ഓഫീസിൽ നിന്ന് റൂമിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്തിനോടിയിട്ടുണ്ട്? ആ സമയത്തും ഇന്നിന്റെ ലോകത്തിന്റെ താല്പര്യം എല്ലാം ഫോട്ടോ എടുത്ത് മറ്റുള്ളവർക്ക് എത്തിക്കുന്ന തിരക്കില. ആ നിലയ്ക്ക് അതിനെ തമാശയായി കാണുന്ന തിരക്കില. അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ ചോദിക്കാനോ പടച്ചറബിനോട് പ്രാർത്ഥിക്കാനോ, അള്ളാഹുവേ നിന്റെ ശിക്ഷ ഞങ്ങൾ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ട് ലാ തുആഖിദ്ന ബിസൂഇ അഅമാലിന വലാ തുഹ്ലിക്ന ബിഖത്വായാന. ഭാരതന്മാരായ സഹാബത്ത് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്. അല്ലാഹുമ്മ ലാ തുആഖിദ്ന ബിഖത്വായാന ബിസൂഇ അഅമാലിന. അല്ലാഹുവേ ഞങ്ങൾ ചെയ്ത മോശം അമലുകൾ കൊണ്ട്, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ പിടികൂടരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലാ തുഹ്ലിക്ന, നീ ഞങ്ങളെ നശിപ്പിക്കല്ലേ, ബിഖത്വായാന, ഞങ്ങളെ തെറ്റുകൾ കൊണ്ട്. ഇതായിരുന്നു അവർ പ്രാർത്ഥിച്ചത്. നമ്മൾ ഫോട്ടോ എടുക്കുന്നു, പൊടിക്കാറ്റ് വരുന്നത്, അതിലൂടെ ഞാൻ നടന്നു പോകുന്നത്, ഞാൻ പിന്നീട് റൂമിലേക്ക് എത്തിയത്, ഇത് ഭാര്യക്കും മക്കൾക്കും കുട്ടികൾക്കും കൂട്ടുകാർക്കും ഷെയർ ചെയ്യുന്ന തിരക്കില്ല. പക്ഷേ മഹാനായ റസൂലുള്ള ദുനിയാവിനെ കുറിച്ചല്ല ചിന്തിക്കുന്നത്. ഒരു ചെറിയ നിമിഷം മതി, കണ്ണടച്ച് തുറക്കുന്ന സെക്കൻഡുകൾ മതി ഈ ഭൂമി നശിക്കാൻ. നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ ചിരിക്കുന്നത്? നിങ്ങൾ എങ്ങനെ ചിരിക്കുന്നു? നിങ്ങൾ എങ്ങനെ സന്തോഷത്തോടു കൂടി നടക്കുന്നു? റസൂലുള്ളാഹി ചോദിക്കുന്നില്ലേ, ഇസ്രാഫീൽ പടച്ച റബ്ബിന്റെ തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ തീരുമാനം ഒന്ന് വന്നു കഴിഞ്ഞാൽ കാഹളത്തിൽ അങ്ങ് ഊതപ്പെടും. ആ ഊതുന്ന നേരത്ത്, അതിന്റെ ഒന്നാമത്തെ ഊത്തിന്റെ സമയത്ത് പ്രിയപ്പെട്ടവരെ പേടിച്ച് വിറച്ചുകൊണ്ട്, താൻ മുലയോട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ മറന്നുകൊണ്ട് ഉമ്മയോടുന്നു, അതേപോലെ വാപ്പയോടുന്നു, മക്കളോടുന്നു, ആർക്കും ആരെയും വേണ്ട. ഗർഭാവതിയായ പെണ്ണ് പ്രസവിച്ചു പോകുന്നു. അന്ത്യദിനത്തിന്റെ പേടി കൊണ്ട്, അതിന്റെ ഭയാനത കൊണ്ട് ആ നിലക്കുള്ള ഘോര ശബ്ദം ആ കണ്ണിമ വെട്ടുന്ന സമയത്ത് ഈ ഭൂമി മുഴുവനും നശിച്ച് ആകാശങ്ങൾ പൊട്ടിപ്പിളർന്ന് നക്ഷത്രങ്ങൾ കുതിർന്നു വീണ് ഈ ലോകത്തിന്റെ നാശം അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു. ഇതുപോലെ ഒന്ന് വരാനുണ്ട്. ആ വരുന്നത് ഒരുപാടൊന്നും നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതിന്റെ ഒരുപാട് അടയാളങ്ങൾ പലതും സംഭവിച്ചു കഴിഞ്ഞു, പലതും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. അല്ലേ, നിങ്ങൾക്ക് വർഷങ്ങൾ മാസങ്ങളായും, മാസങ്ങൾ ആഴ്ചകളായും, ആഴ്ചകൾ ദിവസങ്ങളായും, ദിവസങ്ങൾ മണിക്കൂറുകളായും, മണിക്കൂറുകൾ കണ്ണിമ വെട്ടുന്ന സെക്കൻഡുകളായും തോന്നുന്ന സമയങ്ങൾ തോന്നുന്നില്ലേ? നമ്മൾക്ക് പറയാറില്ലേ നമ്മൾ, എത്ര പെട്ടെന്ന് സമയങ്ങൾ കഴിഞ്ഞു പോകുന്നു? ചിന്തിച്ചോ ഇതൊക്കെ വരുമ്പോ അന്ത്യദിനം നിങ്ങളുടെ സമീപത്തെത്തിയിരിക്കുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അടയാളങ്ങളിൽ ഏറെ ഗൗരവപ്പെട്ടതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, ഇനിയും പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ. ഏതെങ്കിലും നിയമങ്ങൾ കൊണ്ട്, ഏതെങ്കിലും പ്രതിഭാസങ്ങൾ കൊണ്ട് പലപ്പോഴും ഇന്നിന്റെ ആളുകൾ പറയുന്നത് പോലെ ഇതുപോലെയുള്ള പൊടിക്കാറ്റുകൾ വരുമ്പോ, കാറ്റുകൾ വരുമ്പോ, മഴ ശക്തമാകുമ്പോ, ഭൂമി കുലുങ്ങുമ്പോ പലരും പറയും അതിന്ന മണ്ണിന്റെ തകരാറ് കൊണ്ടാ, അതല്ലെങ്കിൽ കടലിലെ ഇന്നത് കൂടിപ്പോയത് കൊണ്ടാ, ഇന്നത് കുറയുന്നത് കൊണ്ടാ എന്നൊക്കെ പല കാരണങ്ങളിലേക്കും മടങ്ങുന്ന ആളുകളുണ്ട്. ഈ കാരണങ്ങളല്ല ഒരു വിശ്വാസി അന്വേഷിക്കുന്നത്. മറിച്ചോ ഇതുപോലെയുള്ള പ്രകൃതിയുടെ പ്രതിഭാസത്തിന് മാറ്റങ്ങൾ വരുമ്പോഴത്തേക്ക് പരീക്ഷണമായി തോന്നുന്ന, പടച്ചറപ്പിന്റെ ഘോരമായ പരീക്ഷണമായി തോന്നുന്ന എന്ത് വരുമ്പോഴും അവനാകെ പേടിക്കുകയാണ്. ഞാനും ഒഴിവല്ലല്ലോ, ഞാനും ഒഴിവല്ലല്ലോ. കാഫിരീങ്ങളാണ് നിർഭയരായി തീരുന്നത്. കാഫിരീങ്ങളും മുനാഫിഖീങ്ങളും തമ്മാടികളും അവർ വിചാരിക്കുന്നത് ഇതൊന്നും ഞങ്ങളെ പിടികൂടുകയില്ല, ഇതൊന്നും റബ്ബിന്റെ ശിക്ഷയല്ല, ഇതൊക്കെ വരുന്നു പോകുന്നു എന്ന് മാത്രം ആ നിലയ്ക്ക് ടിവിയിലൂടെ കണ്ട്, അതല്ലെങ്കിൽ മൊബൈലിലൂടെ കണ്ട് അതൊക്കെ വിട്ട് വീണ്ടും അവഗണനയോടുകൂടി തിരിഞ്ഞു കളയുന്ന ഒരു സമുദായം കാഫിരീങ്ങളാണ്. അത്തരം ആളുകളെ കുറിച്ച് അല്ലാഹ് പറയുന്നത്. വിശ്വാസികൾ അങ്ങനെയായി തീരാൻ പാടില്ല. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്ത് അഅറാഫിലെ 97, 98, 99 വചനങ്ങൾ ഇരുന്ന് വായിക്കണം പ്രിയപ്പെട്ടവരെ. നമ്മൾ അല്ലാഹുവിന്റെ ചോദ്യം ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ഓരോ മുസൽമാനും ആവർത്തിച്ച് പഠിച്ച് ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹ് ചോദിക്കുന്നു, അഫ അമിന അഹ്ലുൽ ഖുറാ അയതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അഫ അമിന അഹ്ലുൽ ഖുറാ, ആ നാട്ടുകാര് പേടിക്കാതിരിക്കുകയാണോ? നിർഭയത്വത്തോടുകൂടി കഴിയുകയാണോ? അയതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ, തങ്ങളുടെ വീടുകളിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ പടച്ച റബ്ബിന്റെ മാരകമായ ശിക്ഷയും പരീക്ഷണങ്ങളും
ആ മനുഷ്യർക്ക് വരില്ല എന്ന വിഷയത്തിൽ അവർ നിർഭയരായി കഴിയുകയാണോ? അല്ല. അവ അമിന അഹ്ലുൽ ഖുറാ അയതിയഹും ബഅസുനാ ളുഹൻ വഹും യൽഅബൂൻ. ളുഹാ നേരത്ത്, ഇളയുച്ച നേരത്ത് പടച്ച റബ്ബിനെ മറന്നുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നവരെ പിടികൂടുകയില്ല എന്ന വിഷയത്തിൽ അവർ നിർഭയരായി കഴിയുകയാണോ? ഖുർആൻ പഠിക്കുക. നമ്മൾ അല്ലാഹുവിന്റെ ശിക്ഷ വന്ന ഏറ്റവും കൂടുതലായിക്കൊണ്ടും റബ്ബിന്റെ ശിക്ഷ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിയ 2 സമയത്തെ കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നു. ഒന്ന്, വീട്ടിൽ ഓരോരുത്തരും ഉറങ്ങിക്കൊണ്ടിരിക്കെ, ബയാത്തൻ വഹും നായിമൂൻ, ഉറങ്ങിക്കൊണ്ടിരിക്കെ രാത്രിയാണ് പല സമുദായങ്ങളെയും അന്ന് പിടികൂടിയിട്ടുള്ളത്. അതേപോലെ പല സമുദായങ്ങളെയും അന്ന് പിടികൂടിയ മറ്റൊരു സമയമാണ് ളുഹൻ വഹും യൽഅബൂൻ, ഇളയുച്ച നേരം. ഉച്ചയല്ല, ഉച്ചയ്ക്ക് മുമ്പ് രാവിലെ കഴിഞ്ഞ് ഇളയുച്ചയുടെ നേരത്ത് വഹും യൽഅബൂൻ, പടച്ച റബ്ബിനെ മതിമറന്നുകൊണ്ട് ആ റബ്ബിനെ കളവാക്കിയും റബ്ബിനെ കളിയാക്കിയും തോന്നിവാസത്തിലേക്ക് മുഴുകിയ പല സമുദായങ്ങളെയും അള്ള പിടികൂടിയ സമയം ളുഹാ നേരമാണ്, ഇളയുച്ച നേരമാണ്. അള്ള ചോദിക്കുന്നു മനുഷ്യരോട്, അവ അമിന അഹ്ലുൽ ഖുറാ, ആ നാട്ടുകാർക്ക് പേടിയില്ലേ? പേടിക്കാതിരിക്കുകയാണോ? നിർഭയരായി തീരുകയാണോ? നമ്മുടെ ശിക്ഷ അവർക്ക് വരികയില്ല എന്ന വിഷയത്തിൽ അല്ലാഹ് അവസാനം പറയുന്നു, അഫ അമിനു മക്റല്ലാഹ്, അവർ അല്ലാഹുവിന്റെ തന്ത്രത്തെ തൊട്ട് നിർഭയരാവുകയാണോ? ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ, നശിച്ചു പോയവരല്ലാതെ, നഷ്ടക്കാരല്ലാതെ പടച്ച റബ്ബിന്റെ തന്ത്രത്തിൽ നിന്ന് നിർഭയരായി തീരുകയില്ല. പൊടിക്കാറ്റ് വരുമ്പോഴും മഴ വരുമ്പോഴും കാറ്റ് വരുമ്പോഴും ഭൂമി കുലുക്കങ്ങൾ വരുമ്പോഴും മറ്റുള്ള ഏതൊക്കെ നിരക്കുള്ള പരീക്ഷണങ്ങൾ വരുമ്പോഴും സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമ്പോഴും ഏത് സമയത്തും പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നു, നഷ്ടക്കാര് മാത്രമാണ്. അതല്ലെങ്കിൽ തോന്നിവാസങ്ങളിൽ മുഴുകിയ നശിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗം മാത്രമാണ് ഇത്തരം പ്രതിഭാസങ്ങളിൽ വ്യത്യാസം കാണുമ്പോ നിർഭയരായി തീരുന്നത്. വിശ്വാസികളോ, അവർക്ക് പേടിയാ, അല്ലാഹുവെ ശിക്ഷിക്കരുതേ എന്ന്, നാദാ അന്ത്യദിനം സംഭവിപ്പിക്കരുതേ എന്ന് അവർക്ക് പേടിയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ വീണ്ടും പറയുന്നത്, വകം അഹ്ലകിനാ മിൻ ഖറിയത്തിൻ ബതുറത് മഈശതഹാ, ജീവിതത്തിൽ അഹങ്കാരം കൊണ്ട് തോന്നിവാസങ്ങളിൽ മുഴുകിയ, അഹങ്കാരം നടിച്ച ഒരുപാട് സമുദായങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്നു എൻ്റെ കയ്യിൽ പണം വരുമ്പോഴത്തേക്ക്, എനിക്ക് വലിയ ജോലി ലഭിക്കുമ്പോഴത്തേക്ക്, പടച്ച റബ്ബിനെ മതിമറന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നാം വിചാരിക്കുന്നു എന്നെ അള്ള കാണുന്നില്ല എന്ന്, എന്നെക്കുറിച്ച് അള്ള കേൾക്കുന്നില്ല എന്ന്, എന്നെക്കുറിച്ച് എൻ്റെ റബ്ബ് അറിയുന്നില്ല എന്ന്. അതുകൊണ്ട് 60-നും 70-നും ഇടയിൽ മാത്രം ആയുസ്സുള്ള ദുർബലരായ ഈ ഉമ്മത്ത് മുഹമ്മദിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത്, 1000-ൽ പരം കൊല്ലങ്ങൾ ജീവിച്ച സമുദായങ്ങൾ ഈ ഭൂമിപ്പുറത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. പാറ വെട്ടി തുരന്ന് അതിൽ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നമ്മളെക്കാൾ ഏറ്റവും ശക്തമായ നിലയിൽ ആൾബലത്തിന്റെയും കയ്യൂക്കിന്റെയും ആയുസിന്റെയും ബലത്തിൽ ഈ ഭൂമിപ്പുറത്ത് ജീവിച്ച സമുദായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമുദായങ്ങളും വകം അഹ്ലകിനാ മിൻ ഖറിയത്തിൻ, എത്രയെത്ര ഗ്രാമങ്ങളെയാണ് നാം നശിപ്പിച്ചത്. ബതുറത് മഈശതഹാ, ജീവിതത്തിൽ ജീവിതം കൊണ്ട് അവർ അഹങ്കരിച്ചു. എന്നിട്ടോ ഫതിൽക മസാകിനുഹും ലം തുസ്കം മിൻ ബഅദിഹിം ഇല്ലാ ഖലീലാ, അടിവരയിട്ട് കൊണ്ട് പഠിച്ചു വെച്ചോ, പടച്ച റബ്ബിന്റെ ശിക്ഷ ഇറങ്ങിയ പല ഗ്രാമങ്ങളും നമ്മൾക്കിന്ന് കാണാൻ കഴിയാത്ത വിധം, ജീവിക്കാൻ സാധിക്കാത്ത വിധം അല്ലാഹ് പറയുന്നു, ഫതിൽക മസാകിനുഹും, അവരൊക്കെ താമസിച്ച പാർപ്പിട കേന്ദ്രങ്ങൾ ലം തുസ്കം മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വരുന്ന ഒരു ജനവിഭാഗത്തിന് താമസിക്കാനോ ജീവിക്കാനോ കഴിയാത്ത വിധമാണ് ആ ഗ്രാമത്തെ, രാജ്യത്തെ അല്ലാഹ് നശിപ്പിച്ചത്. ഇല്ല ഖലീല, വളരെ കുറച്ചു മാത്രമേ ആൾ താമസങ്ങൾ പിന്നീട് അവിടെ ഉണ്ടായിട്ടുള്ളൂ. വകുന്നാ നഹ്നുൽ വാരിസീൻ, അല്ലാഹ് പറയാ നിങ്ങൾക്ക് താമസിക്കേണ്ടതില്ല, അവിടെ നിങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയില്ല. വകുന്നാ നഹ്നുൽ വാരിസീൻ, ആ രാജ്യത്തിന്റെ, ആ ഗ്രാമത്തിന്റെ അനന്തരാവകാശി നാം തന്നെയാണ് എന്ന് അല്ലാഹ് പറയുന്നു. അഥവാ മനുഷ്യരെ പഠിച്ചോ, പടച്ച റബ്ബിന്റെ ഒരു ശിക്ഷ വരുമ്പോ അത് പൊടിക്കാറ്റിലൂടെയാകാം, അത് മഴയിലൂടെയാകാം, കാറ്റിലൂടെയാകാം. പടച്ച റബ്ബിന്റെ ജുനൂദുകൾ, പടച്ച റബ്ബിന്റെ സൈന്യമാണ് പടച്ച റബ്ബിന്റെ കാറ്റ്, പടച്ച റബ്ബിന്റെ മഴ. ഇതൊക്കെ അല്ലാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട, സൈന്യങ്ങളിൽപ്പെട്ട ഓരോ സൈന്യമാണ്. ഇതിങ്ങ് വന്നു കഴിഞ്ഞാൽ, ഭൂമിപ്പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, റബ്ബിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ അല്ലാഹ് പറയുന്നില്ലേ, പിൽക്കാലത്ത് വരുന്ന സമുദായത്തിന്
താമസിക്കാൻ പോലും കഴിയാത്ത വിധമായിരിക്കും അള്ളാഹ് പല സമുദായത്തെയും നശിപ്പിച്ചതുപോലെ നിങ്ങളെയും നശിപ്പിക്കുന്നത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടത്. അള്ളാഹ് പറയുന്നു, ഫകുല്ലൻ അഖദ്നാ ബിദംബിഹി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബൻ വമിൻഹും മൻ അഖ്തഹു സ്വൈഹ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള വമിൻഹും മൻ അഗ്റഖ്നാ വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. പല സമുദായങ്ങളും തോന്നിവാസങ്ങളിൽ മുഴുകിയപ്പോ, തെമ്മാടിത്തത്തിൽ കൂപ്പുകുത്തിയപ്പോ ആ സമുദായത്തെ നശിപ്പിച്ചത് അല്ലാഹു തആല സൂറത്തുൽ അൻകബൂതിന്റെ 40-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. എത്രയെത്ര സമുദായങ്ങളെയാണ് നാം അവരെ പിടികൂടി, അവർ ചെയ്ത തെറ്റുകളെ കൊണ്ട്. എങ്ങനെയാണ് പിടികൂടിയത്? അവർക്ക് പലപ്പോഴും കാറ്റ് അയച്ചുകൊണ്ട് നാം അവരെ പിടികൂടിയിട്ടുണ്ട്. ഘോരമായ ഒരൊറ്റ ശബ്ദം കൊണ്ട് നാം അവരെ നശിപ്പിച്ച് പിടികൂടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വമിൻഹും മൻ ഖസഫ്നാ ബിഹിൽ അർള, ഭൂമി കീഴ്മേൽ മറിച്ചുകൊണ്ട് നാം അവരെ പിടികൂടിയിട്ടുണ്ട്. വമിൻഹും മൻ അഗ്റഖ്നാ, മുക്കി നശിപ്പിച്ചിട്ടുണ്ട് പലരെയും. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അല്ലാഹു ഒരാളോടും അക്രമം കാണിച്ചിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, അവർ സ്വന്തത്തോട് തന്നെയാണ് അക്രമം കാണിച്ചത്. പടച്ച റബ്ബിന്റെ ശിക്ഷ കാറ്റിലൂടെയോ ശബ്ദത്തിലൂടെയോ ഭൂമി കുലുക്കത്തിലൂടെയോ മറ്റേത് നിലയ്ക്ക് വരികയാകട്ടെ, മുങ്ങി നശിച്ചാലും ശരി, അള്ളയെല്ലാം നശിപ്പിക്കുന്നത് നമ്മുടെ കരങ്ങൾ കൊണ്ട് നാം പ്രവർത്തിച്ച്. പടച്ച റബ്ബ് മറക്കരുതേ, റബ്ബിനെ മറക്കരുതേ, ദീന് വിട്ട് ജീവിക്കരുതേ എന്ന് അള്ളാഹ് ആവർത്തിച്ച് പറഞ്ഞപ്പോ എൻ്റെ ദുനിയാവിന് വേണ്ടി, എൻ്റെ പണത്തിന് വേണ്ടി, എൻ്റെ പണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ട് പടച്ച റബ്ബിന്റെ സ്വർഗത്തെയും നരകത്തെയും മറന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ ചവിട്ടിമതിച്ചുകൊണ്ട് ഖുർആനിന്റെ വചനങ്ങളെ പുറങ്കാലുകൊണ്ട് ചവിട്ടിമതിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നടന്ന പല സമുദായങ്ങൾക്കും ഈ ഭൂമിപ്പുറത്ത് അനുഭവിക്കേണ്ടി വന്നത് ഇത് തന്നെയാണ്. തീരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആൻ അതൊന്നും നമ്മൾ നോക്കിയാൽ, പടച്ച റബ്ബിന്റെ ശിക്ഷ വന്നത് നമ്മളൊന്ന് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം തകർന്നു പോകും നമ്മൾ. ആ നിലക്ക അള്ളാഹുവിന്റെ ശിക്ഷ ഈ ഭൂമിപ്പുറത്ത് വന്നത്. ആ ശിക്ഷകളൊന്നും അള്ളാഹു തആല അവസാനിപ്പിച്ചു എന്ന് ഒരായത്തിലും പറയുന്നില്ല. ഏത് സമയത്തും വരാം, ഏത് സന്ദർഭങ്ങളിലും വരാം. അള്ളാഹ് നോക്കുകയാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതമൊക്കെ. അള്ളാഹുവിന്റെ തീരുമാനത്തിന് അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമുദായം, ആ സമുദായമൊക്കെ ഇവിടെ നിന്ന് മാറി തോന്നിവാസങ്ങളിലേക്ക് മാത്രം എത്തുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ തന്നെയാണ് നമ്മൾക്കും വരാനുള്ളത് എന്ന് നമ്മളൊക്കെ ഗൗരവത്തോടു കൂടി അറിയേണ്ടതുണ്ട്. പക്ഷെ എത്ര കണ്ടാലും, എത്ര കേട്ടാലും, എത്ര പഠിച്ചാലും പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം പരീക്ഷണങ്ങളൊക്കെ കണ്ടിട്ടും അനുഭവിച്ചിട്ടും 1-2 ദിവസങ്ങൾ കഴിയുമ്പോൾ മനുഷ്യൻ മറക്കുകയാണ്. ഹറാമ് കച്ചവടം ചെയ്തവൻ വീണ്ടും ഹറാമ് തന്നെ ചെയ്യുന്നു. ഹറാമ് സമ്പാദിച്ചവൻ വീണ്ടും ഹറാമ് തന്നെ സമ്പാദിക്കുന്നു. ഹറാമ് കണ്ടവൻ ഇതൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഹറാമ് തന്നെ കാണാൻ പോകുന്നു. ഹറാമ് കേൾക്കുന്നവൻ അതിലേക്ക് മടങ്ങുന്നു. തോന്നിവാസങ്ങൾ ചെയ്യുന്നവൻ അത് വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്തേ മനുഷ്യർക്ക് ഒരു മാറ്റവും ഉണ്ടാകാത്തത്? അല്ലാഹ് പറഞ്ഞതുപോലെ വകഅയ്യിൻ മിൻ ആയത്തിൻ ഫിസ് സമാവാതി വൽ അർളി യമറൂന അലൈഹാ വഹും അൻഹാ മുഅ്രിദൂൻ. എത്രയെത്ര പടച്ച റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ആകാശഭൂമികളിൽ, അല്ലേ? വകഅയ്യിൻ മിൻ ആയ, എത്ര ആയത്തുകളാണ് ആകാശങ്ങളിലും ഭൂമിയിലും. എന്നിട്ടോ യമറൂന അലൈഹ, മനുഷ്യരേക്ക് അതിന് പുറത്തുകൂടെ നടന്നു പോകുന്നു. ശിക്ഷകൾ വന്നതുണ്ട്, നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളുണ്ട്, പലരുമുണ്ട്. ഇതൊക്കെ കണ്ടിട്ടും വഹും അൻഹാ മുഅ്രിദൂൻ, അവഗണിച്ചുകൊണ്ട് അവരൊക്കെ നടന്നു പോകുന്നത്. നമ്മളിതൊക്കെ പകർത്തി മൊബൈലിൽ ഇതിന്റെ വീഡിയോ എടുത്തു, പലർക്കും വിട്ടു. സ്വന്തമായിട്ടൊന്ന് ഇരുന്ന് ആലോചിച്ചോ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പറയുന്നവരും കേൾക്കുന്നവരും ആത്മാർത്ഥമായിക്കൊണ്ട് പടച്ച റബ്ബിന്റെ ഖിയാമത്ത് നമ്മൾ പറഞ്ഞു പോയിട്ടില്ലേ?
ഖിയാമത്ത് സംഭവിക്കുകയാണോ എന്ന് പേടിച്ചു പോയിട്ടുണ്ട്. ഉയരങ്ങളിലെ കെട്ടിടങ്ങളിൽ നിന്ന് പോലും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ശക്തമായ പൊടിക്കാറ്റ് അതിങ്ങനെ കുമിഞ്ഞുകൂടി വരുമ്പോ നശിപ്പിക്കപ്പെടുകയാണോ, ലോകം തീരുകയാണോ എന്ന് തൻ്റെ വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമുള്ള ഒരാളെപ്പോലും കാണാൻ കഴിയാത്ത വിധം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സെക്കൻഡ് നേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് ഈ ഭൂമിപ്പുറത്ത് സംഭവിച്ചില്ലേ? ഇതുപോലെ തന്നെയല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതും ലോകം നശിക്കുന്നതും ഇതുപോലെ തന്നെയായിരിക്കും. കണ്ണടച്ച് തുറക്കുന്ന സമയം മതി ഈ ലോകം മുഴുവൻ നശിക്കാൻ, അല്ലേ? അത്ര സമയം മതി ഈ ലോകം മുഴുവൻ നശിക്കാൻ. ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരു മനുഷ്യൻ താൻ കച്ചവടം ചെയ്യുന്ന തൻ്റെ വസ്ത്രം അതിങ്ങനെ തന്നോട് വാങ്ങുന്ന വ്യക്തികൾക്ക് വേണ്ടി ഉയർത്തി കാണിക്കുന്നതിനിടക്ക് ഈ ഭൂമി നശിക്കും, ലോകം നശിക്കും. അത്രയേ സമയം വേണ്ടൂ. തൻ്റെ ഭാര്യ തനിക്ക് വേണ്ടി കൊടുത്തയച്ച, തനിക്ക് വേണ്ടി അയച്ച ആ ഭക്ഷണപ്പൊതി ഒന്ന് തുറന്ന് അതിൽ നിന്ന് ഒരു ഉരുള തൻ്റെ വായിലേക്ക് ഇടുന്ന ആ സമയം കൊണ്ട് ഈ ഭൂമി മുഴുവൻ നശിക്കും. ഇത്രയേ വേണ്ടൂ. അതിൻ്റെ നമ്മൾ പലപ്പോഴും കണ്ടത്. പക്ഷെ കാണുന്നു, നമ്മൾ പെട്ടെന്ന് തന്നെ മറക്കുന്നു. ദുനിയാവുമായി അത്രത്തോളം അള്ളിപ്പിടിച്ചു നമ്മൾ. പക്ഷെ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ഹദീസ്, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനോ ചന്ദ്രനോ ഒരു ഗ്രഹണം ബാധിക്കുമ്പോ പിന്നെ താമസിക്കുകയല്ല, നേരെ ഓടുകയാണ്. അസ്മാ റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് പേടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഓടുകയാണ്, അന്ത്യദിനം സംഭവിക്കുമോ എന്ന് പേടിച്ചുകൊണ്ട്. ആ ഓട്ടത്തിനിടക്ക് അവിടുത്തെ വസ്ത്രമെടുത്തിരിക്കാൻ, അതല്ല ഞങ്ങൾ സ്ത്രീകളുടെ ഭാര്യമാരുടെ വസ്ത്രവും എടുത്ത് പള്ളിയിലേക്ക് ഓടിപ്പോയി, ആ തട്ടമെടുത്ത് ഓടിപ്പോയി. ഞങ്ങൾ പോയി കൊടുക്കുകയാണ്, റസൂലേ ഇതാ നിങ്ങളുടെ വസ്ത്രം, നിങ്ങൾ എടുത്തത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരെ കൊണ്ടുപോയി കൊടുക്കുന്നു. ഇവിടെയല്ല അവിടുത്തെ ചിന്ത. ഈ ദുനിയാവിനെ കുറിച്ചല്ല, മക്കളെ കുറിച്ചല്ല, ഓടിക്കൊണ്ട് പള്ളിയിലേക്ക് പോവുകയാണ്. അഥവാ അന്ത്യദിനം സംഭവിക്കരുതേ, സംഭവിപ്പിക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് ആ നിലക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അബൂ മൂസ റളിയല്ലാഹു അൻഹു പറയുന്നു, അവിടുന്ന് ഫസ്വല്ല നിസ്കരിക്കുകയാണ്, ബിഅത്വൽ ഖിയാമിൻ വറുകൂഇൻ വസുജൂദിൻ, സുദീർഘമായ നൃത്തം, സുദീർഘമായ റുകൂഅ്, സുദീർഘമായ സുജൂദ്. മാ റഅയ്തുഹു ഖദ് യഫ്അലുഹു, ഇതുപോലെ റസൂലുള്ളാഹി നിസ്കരിക്കുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല. അല്ലേ? ആയിഷ ബീവി പലപ്പോഴും റസൂലുള്ളാഹിയുടെ രാത്രി നിസ്കാരത്തെ കുറിച്ച് പറയാറുണ്ട്, കാലിൽ നീര് വരുവോളം നിൽക്കുമായിരുന്നു, കാലിൽ നീര് വരുവോളം നൃത്തത്തിൽ ഓതുമായിരുന്നു. പക്ഷേ റുകൂഇലും സുജൂദിലും സുദീർഘതയുണ്ടെങ്കിലും അതിനേക്കാളപ്പുറം പറയുന്നു, ഈ നമസ്കാരം സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആ പ്രതിഭാസം വന്നു കഴിഞ്ഞാൽ അവിടെ പോയി നിസ്കാരത്തിലുള്ള നൃത്തം ദീർഘിപ്പിക്കും, റുകൂഅ് ദീർഘിപ്പിക്കും. എന്നിട്ടോ ആ നമസ്കാരത്തിന്റെ പ്രത്യേകത അതൊക്കെ കഴിഞ്ഞിട്ട് റസൂൽ പറയുന്നു, ഒരാളുടെയും ജനനം കൊണ്ടോ മരണം കൊണ്ടോ അല്ല ഇതൊന്നും ബാധിക്കുന്നത്, മറിച്ച് വലാകിൻ യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദ. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ഇതൊക്കെ വരുന്നത് കാറ്റാകട്ടെ, മഴയാകട്ടെ, ഗ്രഹണമാകട്ടെ, എന്താകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറയാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുതുബയിൽ വലാകിൻ യുഖവ്വിഫുല്ലാഹു ബിഹി ഇബാദ, തന്റെ അടിമകളെ അല്ലാഹു പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫഇദാ റഅയ്തും ശൈഅൻ മിൻ ദാലിക് ഫഫ്സഉ ഇലാ ദിക്രിഹി വദുആഇഹി വസ്തിഗ്ഫാരിഹി. അതുകൊണ്ട് എൻ്റെ സമുദായമേ, ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പേടിച്ചുകൊണ്ട് ഓടിക്കോ. ഇലാ ദിക്രി, ധാരാളം ദിക്ർ ചെല്ലാൻ, വദുആഇ, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ, വസ്തിഗ്ഫാരി, അല്ലാഹുവിനോട് മാപ്പിരക്കാൻ. ഹദീസിൽ കാണാം, ഫഖാമ ഖിയാമൻ തവീല, സുദീർഘമായി നിന്നു, ثم ركع, പിന്നീട് റുകൂഅ് ചെയ്തു, റുകൂഅൻ തവീല, സുദീർഘമായ റുകൂഅ്, ثم رفع, വീണ്ടും എഴുന്നേറ്റ് നിന്നു, ഫഖാമ ഖിയാമൻ തവീല, വീണ്ടും സുദീർഘമായി നിന്നു, വഹുവ ദൂനൽ ഖിയാമിൽ അവൽ, ഒന്നാമത്തെ നൃത്തത്തിന് പുറമെ. ഈ നിസ്കാരത്തിന്റെ പ്രത്യേകതയാണത്. ഗ്രഹണം ബാധിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് ഓടി നിന്നു, സ്വഹാബത്തും നിന്നു, നമസ്കരിച്ചു, ഫാത്തിഹ ഓതി, സുദീർഘമായി ഖുർആൻ ഓതിക്കൊണ്ടേയിരുന്നു. ആ നൃത്തത്തിനിടയിൽ പല സ്വഹാബത്തും നൃത്തത്തിന്റെ ദൈർഘ്യത കൊണ്ട് ബോധം കെട്ടു വീണു പള്ളിയിൽ. സ്ത്രീകൾ, സ്വഹാബ വനിതകൾ, സമാന സംഭവങ്ങൾ ഉണ്ടായി.
തലയിലേക്ക് വെള്ളമൊഴിച്ച് ആ നിലക്ക് ആശ്വാസം കണ്ടെത്തി. എന്നിട്ടും റസൂലുള്ളാഹിയുടെ നിസ്കാരത്തെക്കുറിച്ച് സ്വഹാബത്ത് പറയാ, സുദീർഘമായി ഓതി റുകൂഇലേക്ക് പോയി. എത്രയോ സമയം റുകൂഇൽ കിടന്നു, വീണ്ടും എഴുന്നേറ്റ് നിൽക്കുന്നു, ഇഅ്തിദാലിൽ ആ നിലക്ക് നൃത്തത്തിലേക്ക് വന്നു. പിന്നെ ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പോകുന്നതല്ല, വീണ്ടും ഫാത്തിഹ ഓതുന്നു. ഒരേ റക്അത്തിൽ തന്നെ വീണ്ടും രണ്ടാമത് ഫാത്തിഹ ഓതുന്നു. പിന്നീട് വീണ്ടും കുറേ ഖുർആൻ ഓതുന്നു. വീണ്ടും റുകൂഇലേക്ക് പോകുന്നു, അതും ദീർഘിപ്പിക്കുന്നു. പിന്നീട് ഇഅ്തിദാലിലേക്ക് വരുന്നു. പിന്നീടാണ് സുജൂദിലേക്ക് പോകുന്നത്. ഇതുപോലെ രണ്ടാമത്തെ റക്അത്തിലും ആവർത്തിക്കുന്നു. ഒരേ റക്അത്തിൽ തന്നെ 2 ഫാത്തിഹയും 2 നിലക്ക് സൂറത്ത് ഓതിക്കൊണ്ടേയിരിക്കുന്നു. എന്തിനാ പ്രിയപ്പെട്ടവരെ? സ്വഹാബത്ത് പറയുന്നത് കാണാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചു. ഈ ഗ്രഹണം നീങ്ങുന്നത് വരെ അവിടെ നിസ്കരിക്കുമായിരുന്നു. അല്ലേ? നമ്മൾ കടന്നുറങ്ങി, പുടിക്കാറ്റ് വന്നു, നമ്മളെ സമയത്ത് നേരത്തെ കളയടച്ചു, ഓഫീസിൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് എത്തി, അതല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് താമസ സ്ഥലങ്ങളിലേക്ക് എത്തി. നമ്മളെല്ലാം ജനലും അടച്ചു, വാതിലടച്ചു, പൊടി കയറാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി, ബാക്കി നാളെ ശരിയാക്കാം എന്ന് കരുതി നമ്മൾ കിടന്നുറങ്ങി. ഏത് സമയത്താണ് കിടന്നുറങ്ങുന്നത്? ബയാത്തൻ വഹും നാഇമൂൻ എന്നുള്ള ചോദിച്ച സമയം. നമ്മുടെ ശിക്ഷ ഈ രാത്രി കിടന്നുറങ്ങുന്ന നേരത്ത് അവർക്ക് വരുന്ന വിഷയത്തിൽ അവർ നിർഭയരായി കഴിയുകയാണോ എന്ന് അള്ളാഹ് ചോദിച്ച നേരത്ത് നമ്മുടെ ചിന്ത അതൊക്കെയാണ്. അല്ലേ? നാളെ സ്ഥാപനം തുറക്കാൻ പറ്റുമോ? എന്തൊക്കെയായിരിക്കും? അതല്ലെങ്കിൽ മുഴുവനായിട്ടും എനിക്കതിൻ്റെ പിക്ചർ കിട്ടുമോ? അതല്ല അതിൻ്റെ വീഡിയോസ് കിട്ടുമോ? ആരോടൊക്കെ ഇതൊക്കെ വിളിച്ചു പറയണം? കുവൈറ്റിലെത്തിയോ, ഖത്തറിലെത്തിയോ, ഫ്ലൈറ്റൊക്കെ പോയോ? ഇതൊക്കെയാണ് നമ്മുടെ ചിന്ത. മറിച്ച് അള്ളാഹുവിൻ്റെ മാരകമായ ശിക്ഷ എനിക്കും എൻ്റെ കുടുംബത്തിനും വന്ന് പിടികൂടുമോ? സംഭവിച്ചാൽ എന്ത് അമലുമായിട്ടാ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് എത്തുന്നത് എന്ന ചിന്തയിൽ നിന്ന് പലപ്പോഴും പ്രിയപ്പെട്ടവരെ നമ്മൾ മറന്നു പോവുകയാണ്. സൂറത്ത് പറയുന്നു, ഇതുപോലെയുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ ഫഇദാ റഅയ്തും ദാലിക് വസല്ലു വതസദ്ദഖു. നേരത്തെ പറഞ്ഞു, നിങ്ങൾ നിസ്കരിക്കണം, ദുആയിലേക്ക് പോകണം, ഇസ്തിഗ്ഫാറിലേക്ക് പോകണം. ആ നിലയ്ക്ക് ഇവിടെ പറയുന്നു, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ വസല്ലു വതസദ്ദഖു, നിങ്ങൾ നമസ്കരിക്കണേ, സ്വതക്ക ചെയ്യണേ. മറ്റൊരു ഹദീസിൽ കാണാം, ഫദ്ഉല്ലാഹ വസല്ലു ഹത്താ യൻസലി, ഇത് തീരുന്നത് വരെ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ, നിസ്കരിക്കണേ എന്ന് മഹാനായ റസൂലുള്ളാഹി പറയുന്നു. ഫഫ്സഉ ഇലാ ദിക്രിഹി വദുആഇഹി വസ്തിഗ്ഫാരിഹി. ബുഖാരിയും മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അഥവാ നിങ്ങൾ ദിക്റിലേക്കും ദുആയിലേക്കും മാപ്പിരക്കുന്നതിലേക്കും നിങ്ങൾ പോകണേ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നമസ്കാരത്തിന്റെ വിഷയത്തെക്കുറിച്ച് പ്രിയപ്പെട്ടവരെ നമ്മളോട് വളരെ ഗൗരവത്തോടു കൂടി പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ നിസ്കരിക്കുമ്പോൾ ഈ നിലയ്ക്ക് സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിച്ച് നമസ്കരിക്കുമ്പോൾ ആ സുദീർഘമായ സുജൂദിൽ സ്വഹാബത്ത് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ വജഅല യബ്കി ഫീ സുജൂദിഹി വയൻഫഖു വയഖൂലു റബ്ബി ലം തഅദിനി ഹാദാ വഅന അസ്തഗ്ഫിറുക ലം തഅദിനി ഹാദാ വഅന ഫീഹിം. ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഈ സുദീർഘമായി നമസ്കരിക്കുന്നു, റുക്കൂ ചെയ്യുന്നു, സുജൂദ് ചെയ്യുന്നു, എന്നിട്ടോ വജഅല യബ്കി ഫീ സുജൂദി, സുജൂദിൽ അവിടുന്ന് കരയുകയാണ്. സഹാബത്ത് പറയുന്നു, വയംഫുഹു, കരച്ചിൽ മാത്രമല്ല, തേങ്ങലടിച്ച് കരഞ്ഞ് ആ ശബ്ദം പിന്നിലുള്ള മൂമികളായ ഞങ്ങൾ വരെ അതിങ്ങനെ കേൾക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സുജൂദിൽ കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എന്താ പ്രാർത്ഥിക്കുന്നത്? റബ്ബി ലം തഅദിനി ഹാദാ, അല്ലാഹ് അന്ത്യദിനത്തെ നീ സംഭവിപ്പിക്കല്ലേ, ലോകത്തെ നശിപ്പിക്കല്ലേ. വഅന അസ്തഗ്ഫിറുക, ഞാൻ നിന്നോട് മാപ്പിരക്കുന്നു റബ്ബേ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ലം തഅദിനി ഹാദാ വഅന ഫീഹിം, ഞാൻ ഇവരിൽ ഉണ്ടായിരിക്കെ, ഈ സമുദായത്തിൻ്റെ കൂടെ ഞാനുണ്ടായിരിക്കെ ഈ സമുദായത്തെ നശിപ്പിക്കല്ലേ എന്ന് കാരുണ്യത്തിൻ്റെ നിറകുടമായ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ആദ്യമായി സ്വർഗത്തിലെത്തുന്നത് ഞാനാണ്, ആദ്യമായി എൻ്റെ ഖബറാണ് പൊട്ടിപ്പിളർന്നുകൊണ്ട് ഞാനാണ് സ്വർഗത്തിൻ്റെ വാതിലിൻ്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കിക്കൊണ്ട് ഞാൻ മുഹമ്മദാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നവൻ ഞാനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ അഷ്റഫുൽ ഖൽഖാണ് ഞാൻ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും അഷ്റഫാണ് ഞാൻ എന്ന് വിചാരിച്ച്
സ്വന്തത്തെക്കുറിച്ച് ഓർക്കുകയല്ല, ഈ ഉമ്മത്തിനെക്കുറിച്ച് ഓർക്കുകയാണ്. അതുകൊണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് സഹാബത്തിനോട് പറയുന്നത്, യാ ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദേ, പടച്ചറപ്പിന് ഇത്രത്തോളം വെറുപ്പുള്ള ഒരു കാര്യവുമില്ല ഒരു മനുഷ്യൻ മറ്റൊരു പെണ്ണിനെ വ്യഭിചരിക്കുന്നത്. ഒരു പെണ്ണാണിനുമായിട്ടും ഒരാണ് പെണ്ണുമായിട്ടും വ്യഭിചരിക്കുന്ന വിഷയം ഇത്രത്തോളം അള്ളാഹുവിന് വെറുപ്പുള്ളൊരു തെറ്റില്ലേ? ആ തോന്നിവാസങ്ങളിലേക്ക് നിങ്ങൾ പോകരുതേ. അതിലേക്ക് പോയ ആ വൃത്തികേടുകളിലേക്ക് പോയ ഒരു സമുദായത്തെയും അള്ളാഹ് ബാക്കി വെച്ചിട്ടില്ല. മാരകമായ രോഗങ്ങൾ കൊണ്ടും ശക്തമായ വേദനകൾ കൊണ്ടും ആ സമുദായങ്ങളെ അള്ളാഹ് പരീക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി വീണ്ടും പറയുന്നു, ലൗ തഅലമൂന മാ അഅലമു ലളഹിഖ്തും ഖലീല വലബകൈതും കസീറാ. ഞാൻ അറിയുന്നത് പോലെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, എനിക്കറിയുന്നത് പോലെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ, ലളഹിഖ്തും ഖലീല, നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ ചിരിക്കുകയുള്ളൂ, വലബകൈതും കസീറ, ധാരാളമായിട്ട് നിങ്ങൾ കരയുമായിരുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസാ പ്രിയപ്പെട്ടവരെ. അത്രത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി ഹംദും സ്വലാത്തും കഴിഞ്ഞ് സഹാബത്തിനോട് ഉപദേശിക്കുന്ന കൂട്ടത്തിൽ സ്വതക്ക നൽകാനും ദുആ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചോദിക്കാനും അല്ലാഹുവിങ്കലേക്ക് അടുക്കാനും, അതോടൊപ്പം പറയുകയാണ്, എനിക്കറിയുന്നതൊക്കെ ഞാൻ അറിയുന്നത് പോലെ നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊന്നുമല്ല. സത്യമാണ് പ്രിയപ്പെട്ടവരെ, നമ്മൾക്കതറിയാൻ കഴിയുന്നില്ല. വഹിയുള്ള റസൂൽ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു, പക്ഷെ നമ്മൾക്കറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ആർത്തട്ടഹസിച്ച് ചിരിച്ച് നമ്മളൊക്കെ നടക്കുന്നത്. ഈ പരീക്ഷണങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം 1-2 ദിവസമായിട്ടില്ല, നമ്മൾ മറന്നില്ലേ അല്ലേ? 25 കൊല്ലം സൗദി അറേബ്യയിൽ ജീവിച്ച് 30 കൊല്ലം സൗദി അറേബ്യയിൽ ജീവിച്ച മനുഷ്യർ പറയുന്നു, പത്രങ്ങൾ പുറത്തുവിടുന്നു, 30 കൊല്ലത്തിന് ഇടയ്ക്ക് ഇതുപോലത്തെ ഒരു സമ്പ്രദായം, ഇതുപോലത്തെ ഒരു പ്രതിഭാസം ഈ രാജ്യത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പലരും പല സ്ഥലങ്ങളിലും കുടുങ്ങി അല്ലേ പ്രിയപ്പെട്ടവരെ? അപ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ദുനിയാവിനെക്കുറിച്ചും കച്ചവടത്തിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്? മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി. അതല്ലെങ്കിൽ നമ്മൾ പറയുന്നു, എനിക്ക് കുറേ കടങ്ങളുണ്ട്, എനിക്ക് കുറേ ആവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഞാനിതൊക്കെ വാങ്ങുന്നത്, പലിശ വാങ്ങുന്നത്, കൊടുക്കുന്നത്, കൈക്കൂലി വാങ്ങുന്നത്, കൊടുക്കുന്നത്, അതേപോലെ തോന്നിവാസം കാണുന്നതും കേൾക്കുന്നതും പറയുന്നതും അത് വിൽക്കുന്നതും എല്ലാം ചെയ്യുന്നത് എന്താ? എനിക്ക് കടമുണ്ട്, എനിക്ക് സമ്പാദിക്കണം, ദുനിയാവിൽ സുഖത്തോടു കൂടി ജീവിക്കണം, നാട്ടിൽ വീടുണ്ടാക്കി അവിടെ സ്വസ്ഥമായി ജീവിക്കണം. പടച്ചറബിൻ്റെ ശിക്ഷയോ പരീക്ഷണങ്ങളോ പലപ്പോഴും നമ്മൾ സഹോദരങ്ങളെ ആരും ഭയപ്പെടുന്നില്ല എന്നതാണ് നമ്മൾക്ക് പറ്റുന്ന പലപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ. പക്ഷെ അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഇത്തരം ആളുകളൊക്കെ വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാഇ ലഅല്ലഹും യതളറഊൻ. ഇതൊക്കെ എന്തിനാ തരുന്നതെന്നറിയോ? അള്ളാഹ് ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയാ. രണ്ടാമതോ ലഅല്ലഹും യതളറഊൻ, അള്ളാഹ് പറയുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വല്ലറാ. സൂരേ, താങ്കൾക്ക് മുമ്പുള്ള സമുദായത്തിലും ഇതുപോലെയുള്ള ദുരന്തങ്ങളും പരീക്ഷണങ്ങളും ശിക്ഷകളും, ആ ശിക്ഷകളെ കൊണ്ട് നാം അവരെ പിടികൂടിയിട്ടുണ്ട്. എന്തിനാ? ലഅല്ലഹും യതളറഊൻ, അവരൊന്ന് വിനയപ്പെട്ട് മടങ്ങാൻ വേണ്ടി. ആദ്യം പറയുന്നു നമ്മെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി, അള്ളാഹ് പറയുന്നു വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് മടങ്ങാൻ വേണ്ടി. മനുഷ്യരാ, അബദ്ധങ്ങൾ വന്നു പോയിരിക്കാം, തെറ്റുകൾ സംഭവിച്ചിരിക്കാം, പക്ഷെ മടങ്ങാൻ വേണ്ടിയ ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ, ചെറിയ ചെറിയ ഇതുപോലെയുള്ള പ്രതിഭാസങ്ങൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അള്ളാഹു തആല കാണിക്കുന്നത്. അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടിക്കൊണ്ട് പോകുന്നതും ഖിയാമത്ത് സംഭവിക്കുന്നത് പേടിച്ചുകൊണ്ട് ഗ്രഹണ നിസ്കാരത്തിലേക്ക് ഓടുന്നതും അത് തീരുന്നത് വരെ നിസ്കരിക്കുന്നതും. അതേ നിസ്കാരത്തെക്കുറിച്ച് അസ്മാ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുമ്പോൾ നിസ്കരിക്കും, ദീർഘിപ്പിക്കും. ഒരു വേള നിസ്കരിക്കുമ്പോൾ സഹാബത്ത് പറയാം, ഞങ്ങളിൽ നിന്ന് എത്രയോ മുന്നോട്ടേക്ക് റസൂലുള്ളാഹി നടന്നുപോയി, കുറച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഭാഗത്തേക്ക് പിന്നിലേക്ക് വന്നു,
അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങളൊക്കെ സ്ത്രീകളുമായി, ഞങ്ങളുടെ പുറകിൽ നിസ്കരിക്കുന്ന സ്ത്രീകളുമായി കൂടിക്കലരുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ നിന്ന് പിന്നോട്ട് കാലടി വെച്ച് വരികയാണ്. ആദ്യം മുന്നോട്ട് പോയി ഞങ്ങളിൽ നിന്ന് അകലം കാണിച്ചു. പിന്നെ അതേ സ്പീഡിൽ റസൂലുള്ളാഹി ബാക്കിലേക്ക് വരുന്നു. സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലരുന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലേക്ക് വന്നു. ഫലമ്മ സല്ലമ, അവിടുന്ന് സലാം വീട്ടിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു, റസൂലേ, എന്തിനാ നിങ്ങളിങ്ങനെ മുന്നോട്ട് പോയതും പിന്നോട്ട് വന്നതും? അവിടുന്ന് പറഞ്ഞു, സ്വഹാബത്തെ, എനിക്ക് ഖദ് ദനതു മിന്നി അൽ ജന്ന, എനിക്ക് സ്വർഗം എന്നോട് അടുക്കപ്പെട്ടു. മറ്റൊരു ഹദീസിൽ കാണാം, ഫുതിഹലി ബാബും മിനൽ ജന്ന, സ്വർഗത്തിൻ്റെ ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറക്കപ്പെട്ടു. അതിലെ പഴക്കുലകൾ കാണിക്കപ്പെട്ടു. ആ പഴക്കുലകളിൽ ഒന്ന് പറിച്ച് അത് ഞാൻ നിങ്ങൾക്ക് നൽകുമോ, നിങ്ങൾക്ക് നൽകാൻ പറ്റുമോ എന്നോട് ചിന്തിച്ചു പോയി. ആ പഴക്കുലകളെ പറിക്കാൻ ഏന്തി വരിഞ്ഞു പോവുകയായിരുന്നു ഞാൻ മുന്നോട്ടേക്ക്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു. പക്ഷേ റസൂൽ വീണ്ടും പറയുന്നു, രണ്ടാമത് ഞാൻ കണ്ട കാഴ്ച വദനത്ത് മിന്നി അന്നാർ, നരകമാണ് രണ്ടാമതെനിക്ക് കാണിക്കപ്പെട്ടത്. അപ്പോഴാണ് ഞാൻ പിന്നോട്ടേക്ക് കാലടി വെച്ചത്. ഹത്താ ഖുൽതു ഐ റബ്ബി വ അന മഅഹും. സ്വഹാബത്തെ, ആ നരകം ഈ നിസ്കാരത്തിൽ, ഈ ഗ്രഹണ നിസ്കാരത്തിൽ നരകത്തെ കണ്ണിൻ്റെ മുമ്പിൽ കാണിക്കപ്പെടുമ്പോൾ ഞാൻ പേടിച്ചുപോയി. എത്രത്തോളം, റബ്ബേ, ഞാനും അതിൽ പെട്ടുപോകുമോ എന്ന് ഞാൻ പേടിച്ചുപോയി എന്ന് സ്വഹാബത്തിനോട് മഹാനായ റസൂലുള്ളാഹി പറയാണ്, ഐ റബ്ബി വ അന മഅഹും. ആ നരകക്കാരിൽ ഞാനും പെട്ടുപോയിട്ടുണ്ടോ അല്ലാഹുവേ എന്ന് അള്ളാഹിനോട് പറയുന്ന രീതിയിൽ നരകത്തിൻ്റെ ഭീകരത എനിക്ക് കാണിക്കപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു റസൂലുള്ളാഹി, ആ പൂച്ചയെ കെട്ടിയിട്ട പെണ്ണിനെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട്. ആ നരകത്തിൽ ആ പൂച്ചയെ കെട്ടിയിട്ട പെണ്ണിനെ ഞാൻ നരകത്തിൽ കണ്ടു. ആ പെണ്ണാകട്ടെ പൂച്ചയെ വിട്ടയച്ചുമില്ല, ഭക്ഷണം കൊടുത്തിട്ടുമില്ല, പട്ടിണി കിട്ടി കൊന്ന ആ പെണ്ണിനെ ഈ നമസ്കാരത്തിൽ നരകം കാണിക്കപ്പെട്ടപ്പോൾ എനിക്കവിടെ കാണാൻ കഴിഞ്ഞു. രണ്ടാമതൊരു മനുഷ്യനെ ഞാൻ കണ്ടു. ആ മനുഷ്യൻ ഹാജിമാര് മക്കയിലേക്ക് വന്നാൽ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ഹാജിമാരുടെ പാദയങ്ങൾ മോട്ടിക്കുന്ന മനുഷ്യനായിരുന്നു. ഹാജിമാര് തിരിഞ്ഞു നോക്കി ഈ മനുഷ്യനെ കണ്ടാൽ ഈ മനുഷ്യന്റെ മറുപടി, എൻ്റെ വടിയിൽ കുടുങ്ങിപ്പോയതാ, നിങ്ങൾ തിരിച്ചെടുത്തോ എന്ന് പറയും. ഹാജിമാര് കണ്ടില്ലെങ്കിലോ തൻ്റെ വടിയിൽ കൊളുത്തുന്ന, തൻ്റെ വടി കൊണ്ട് കൊളുത്തിയിട്ട് തനിക്ക് കിട്ടുന്ന ഹാജിമാരുടെ മുതലുകൾ, വസ്ത്രമാകട്ടെ ഭക്ഷണമാകട്ടെ എന്താകട്ടെ, തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് കൊളുത്തി വലിച്ച് മോട്ടിക്കുന്ന ഏറ്റവും വലിയ തെറ്റ്, ഹാജിമാരെ മോട്ടിക്കുന്ന ആ മനുഷ്യനെയും ഞാൻ ഈ നമസ്കാരത്തിൽ നരകത്തിൽ കിടന്നെറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ റസൂലുള്ളാഹി പറയുന്നു. ഹജ്ജും ഉംറയും ഇതൊക്കെ ഒരു കച്ചവടവൽക്കരിക്കപ്പെട്ട ഒരു ലോകത്ത് പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പടച്ചറപ്പിന്റെ ശിക്ഷകൾ വരുമ്പോൾ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ഇതുപോലെയുള്ള സമാന ഹദീസുകൾ കൂട്ടി വായിച്ച് പഠിക്കുന്നത് നമ്മൾക്കൊക്കെ ഏറ്റവും നമ്മുടെ ഈമാനിന്റെ വർധനവിന് ഉപകരിക്കുമായിരിക്കും. അതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ റസൂലുള്ളാഹി പറയുന്നു. സ്വർഗം കാണിക്കപ്പെട്ടു, നരകം കാണിക്കപ്പെട്ടു, പൂച്ചയെ കെട്ടിയിട്ട പെണ്ണിനെ കണ്ടു, ഹാജിമാരുടെ പാദയങ്ങൾ മോട്ടിക്കുന്ന മനുഷ്യനെയും കണ്ടു. അതൊക്കെ കണ്ട് പേടിച്ചത് കൊണ്ടാണ് ഞാൻ ഈ നിസ്കാരത്തിൽ പിന്നിലേക്ക് കാലടി വെച്ചത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അല്ലേ, വിശ്വാസികൾ അവർ പേടിച്ച് വിറക്കും, അള്ളാഹുവിലേക്ക് മടങ്ങും. അള്ളാഹ് പറഞ്ഞില്ലേ, ചെറിയ ചെറിയ ശിക്ഷകൾ വരുമ്പോ അതെന്തിനാ വരുന്നത്? ലഅല്ലഹും യതദറഊൻ, അവർ വിനയത്തോടു കൂടി മടങ്ങാൻ വേണ്ടി. അല്ലേ, മറ്റൊരു സൂറത്തിൽ കാണാം, ആയത്തിൽ കാണാം നമ്മൾക്ക്, കടലിലും കരയിലും പടച്ചറപ്പിന്റെ പരീക്ഷണങ്ങളും കുഴപ്പങ്ങളും വരുന്നു. എന്തുകൊണ്ട് വരുന്നു? ബിമാ കസബതി ഐദിന്നാസ്, ജനങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അള്ളാഹ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇതൊക്കെ വരുന്നത്. ആയത്തിന്റെ അവസാനം കാണാം, എന്തിനാ അള്ളാഹു ഇതൊക്കെ നമ്മൾക്ക് ഈ പരീക്ഷണങ്ങൾ നൽകുന്നത്? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങാൻ വേണ്ടിയാ, അല്ലാഹുവിങ്കലേക്ക് മടങ്ങാൻ വേണ്ടി. അള്ളാഹ് ചോദിക്കുന്നു, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തളറഉ വലാകിൻ ഖസത് ഖുലൂബുഹും വസയ്യന ലഹുമുശ് ശൈത്വാനു മാ കാനൂ യഅമലൂൻ. ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ, നമ്മുടെ പരീക്ഷണങ്ങൾ അവർക്ക് വരുമ്പോ അവർക്ക് എന്തുകൊണ്ടായിക്കൂടാ? തളറഉ, വിനയപ്പെട്ടുകൊണ്ട് മടങ്ങിക്കൂടാ? ഇതൊക്കെ കാണുമ്പോ മനുഷ്യർക്ക് എന്തുകൊണ്ട് പടച്ചറപ്പിനെ പേടിച്ച് വിനയപ്പെട്ട് മടങ്ങിക്കൂടാ? പക്ഷേ
പക്ഷെ അവരുടെ ഹൃദയങ്ങളൊക്കെ ആകെ കഠിനമായി ഉറച്ചുപോയി കഴിഞ്ഞിട്ടുണ്ട്. കഠിന ഹൃദയത്തിന്റെ ഉടമകളായി പോയിട്ടുണ്ട്. ശൈത്താൻ അവർക്ക് ഭംഗിയാക്കിയിട്ടുമുണ്ട്. അവർ ചെയ്യുന്നതൊക്കെ സമ്പാദിക്കുന്നത് ഹറാമാണെങ്കിലും ശൈത്താൻ പറയും ഇങ്ങനെയൊന്നും അല്ലാതെ ഈ നാട്ടിൽ കച്ചവടം ചെയ്യാൻ പറ്റില്ല, അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് വിൽക്കുന്ന ആളുകളുണ്ട്, കമ്മീഷൻ വാങ്ങുകയും കൊടുക്കുകയും അതിന് സാക്ഷിയായി നിൽക്കുന്ന ആളുകളുമുണ്ട്, കൈക്കൂലിയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, പലിശയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, പൂഴ്ത്തിവെക്കുന്ന ആളുകളുണ്ട്. അതേപോലെ ഏതെങ്കിലും സ്ഥാപനം തുടങ്ങിയിരിക്കുന്ന കച്ചവടം മാത്രമല്ല കച്ചവടം, താൻ വാങ്ങുകയും അതേപോലെ സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുന്ന ഏത് ഇടപാടുകളും ഏത് ജോലിയും, അത് മുതലാളിയാകട്ടെ തൊഴിലാളിയാകട്ടെ പൊതുസ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാകട്ടെ എവിടെയാകട്ടെ, അല്ലാഹ് പറയാ അതൊക്കെ മനുഷ്യർ എന്തുകൊണ്ട് ചെയ്യുന്നു? വലാകിൻ ഖസദ ഖുലൂബുഹും, ഹൃദയം ഉറച്ചു പോയിട്ടുണ്ട്. വസയ്യന ലഹുമു ശൈത്വാൻ, ശൈത്താന ഭംഗിയാക്കി തോന്നിപ്പിക്കുന്ന ഇതൊക്കെ നിന്റെ മക്കളെ കുറിച്ചും മാതാപിതാക്കൾക്ക് ചെലവിനയക്കേണ്ടതും ഭാര്യയ്ക്ക് അയക്കേണ്ടതും റൂമിന് വാടക കൊടുക്കേണ്ടതും അതേപോലെ വാഹനത്തിന് നൽകേണ്ടതും എല്ലാം തോന്നിപ്പിക്കുന്നതും നിന്നോട് കണ്ണടച്ച് കച്ചവടം ചെയ്യാൻ പറയുന്നതും ഒക്കെ ശൈത്താനാണ്, അല്ലേ? ആ ശൈത്താന്റെ ആളുകളായിട്ട് മാറുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോ അവർക്ക് അള്ളാഹുവിന്റെ അടുത്തേക്ക് മടങ്ങാതെ ഈ തോന്നിവാസങ്ങളിലേക്ക് മുഴുകുമ്പോ അള്ളാഹ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത്? ആദ്യം ശിക്ഷ നൽകും. അള്ളാഹ് ചോദിക്കുന്നു എന്തുകൊണ്ട് മടങ്ങുന്നില്ല? അവർ മടങ്ങിയിട്ടില്ല, ഹൃദയം ഉറച്ചുപോയി. അങ്ങനെ അള്ളാഹ്ക്ക് തോന്നും, അള്ളാഹ്ക്ക് മനസ്സിലാകും ഈ ജനത ഈ ചെറിയ ശിക്ഷ കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കില്ല, ഈ ചെറിയ പൊടിക്കാറ്റ് കൊണ്ട്, ഈ ചെറിയ മഴത്തുള്ളികൾ കൊണ്ട്, ഈ ചെറിയ കാറ്റുകളെ കൊണ്ട് ഇവര് പാഠം പഠിച്ചിട്ടില്ല. അള്ളാഹ് എന്താ രണ്ടാമത് ചെയ്യുന്നത്? അവർ നമ്മെ കുറിച്ച് മറക്കുമ്പോ, നമ്മുടെ ഈ ദൃഷ്ടാന്തങ്ങൾ അവർ മറന്നുകൊണ്ടിരിക്കുമ്പോ അവർക്ക് എല്ലാത്തിൻ്റെയും വാതിലുകൾ അള്ളാഹ് തുറന്നു കൊടുക്കും. തൊടുന്നതൊക്കെ വിജയിക്കും, എവിടെ തൊട്ടാലും ലാഭങ്ങൾ കൊയ്യും. അങ്ങനെ ഇവര് തൊടുന്നതും ഇവര് വാങ്ങുന്നതും ഇവര് വിൽക്കുന്നതും എല്ലാം ലാഭത്തിലാണ്, ആളുകളൊക്കെ സന്തോഷത്തിലാണ്. അള്ളാഹ് പറയുന്നു ആ നിരക്ക് ഇവർക്ക് അള്ളാഹുവിന്റെ ഈ പരീക്ഷണം വന്ന് അള്ളാഹിനെ മറന്ന് വീണ്ടും അതെല്ലാം തുറന്നു കൊടുത്തപ്പോ കിട്ടിയതിൽ ഇവരിങ്ങനെ സന്തോഷിച്ച് മതിമറന്ന് ആർത്തുല്ലസിക്കുമ്പോ രണ്ടാമത് പറയാണ് അവരെ നാം പിടികൂടുമ്പോ ഒരൊറ്റ പിടി കൊണ്ട് വളരെ പെട്ടെന്ന് അവരെ പിടികൂടും. അവരാകെ നിരാശരായി തീർന്നു പോവുകയാണ്. അവർ വിചാരിക്കുന്നു അള്ളാഹ് ഞങ്ങളെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല, അതല്ല ഞങ്ങളെയൊക്കെ അള്ളാഹ് പരിഗണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അള്ളാഹു തആല വീണ്ടും വീണ്ടും ഞങ്ങൾക്ക് വിജയം നൽകുന്നത്, ദുനിയവിയായിട്ട് ലാഭങ്ങൾ നൽകുന്നത് എന്നവർ മനസ്സിലാക്കും. പക്ഷെ അള്ളാഹ് അവർക്കൊന്ന് വലവീശുകയാണ്. ഒന്നാമത് ചെറിയ ഡോസ് നൽകി അവർ നന്നാകാൻ വേണ്ടി, പടച്ചറപ്പിങ്ങിലേക്ക് മടങ്ങാൻ വേണ്ടി, ഹറാം നിർത്താൻ വേണ്ടി. പക്ഷേ അവർ നിർത്തിയില്ല. അള്ളാഹ് രണ്ടാമത് ചെയ്തതോ എല്ലാം തുറന്നു കൊടുത്തു, ഇഷ്ടംപോലെ സുഖിക്കാൻ അവസരം കൊടുത്തു. അവർ മതിമറന്ന് സുഖിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവസാനിപ്പിക്കില്ല, അതിനിടയ്ക്ക് വെച്ച് അല്ലാഹു തആല അവരെ പിടികൂടുകയാണ്. ഖുർആനിൽ കാണാം നമ്മൾക്ക്, അല്ലേ? എങ്ങനെ നിങ്ങൾ നിർഭയരായി കഴിയുന്നു? നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോ, അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് വെച്ച അത് നിങ്ങളെ പേടിപ്പെടുത്തുക. ഏതൊക്കെ രീതിയിൽ പ്രിയപ്പെട്ടവരെ, എത്ര സമുദായങ്ങൾ മുക്കി നശിപ്പിക്കപ്പെട്ട സമുദായമില്ലേ ഇവിടെ? ഭൂമി കീഴ്മേൽ മറിക്കപ്പെട്ടിട്ടുണ്ട്. റസൂൽ പറഞ്ഞില്ല, ചില തെറ്റുകൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭൂമിയുടെ മേൽഭാഗം നിങ്ങൾക്ക് നല്ലതല്ല, ഭൂമിയുടെ താഴ്ഭാഗമാണ് നിങ്ങൾക്ക് നല്ലത്. അള്ളാഹ് മറിച്ചിടും, അല്ലേ? ഇന്നും പടച്ചിറപ്പിന്റെ ശിക്ഷ വന്നിറങ്ങിയ എത്ര സ്ഥലങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ താമസിക്കാൻ കഴിയാത്ത വിധം, അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത വിധം ഇന്നും ഈ ഭൂമിപ്പുറത്ത് ഒരുപാട് പ്രദേശങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ആ ശിക്ഷ കിട്ടിയ നാട്ടിലേക്ക് നിങ്ങൾ പോകരുത്. ഇനി പോവുകയാണെങ്കിൽ കരഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾ പോകരുത്, വളരെ പെട്ടെന്ന് പോയി അവസാനിപ്പിക്കണം. ഇന്നെന്തും
അത്തരം പ്രദേശങ്ങൾ കാണുമ്പോൾ പോലും അതൊക്കെ ഒരു ടൂറിസത്തിൻ്റെ ആ ഒരു മൈൻഡോടുകൂടിയ നമ്മളൊക്കെ പോകുന്നതും കാണുന്നതും ഒക്കെ ചെയ്യുന്നതും. പക്ഷേ സഹോദരന്മാരെ, ഇതുപോലെയുള്ള പരീക്ഷണങ്ങളും ഇതുപോലെയുള്ള പടച്ചറപ്പിൻ്റെ ഓരോന്നോരോന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, റബ്ബിലേക്ക് മടങ്ങാൻ എനിക്ക് സമയമായിട്ടുണ്ട്. അതാ അല്ലാഹു ചോദിക്കുന്നതും അലം യഅ്നിലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ൽ ഫത്വാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അലം യഅ്നിലില്ലദീന ആമനു, വിശ്വാസികൾക്ക് ഇനിയും സമയമായിട്ടില്ലേ? കാഫിര്യങ്ങളോടല്ല അല്ലാഹു സംസാരിക്കുന്നത്. ഈമാനുണ്ടോ നമ്മൾക്ക്? മുഅ്മിനെന്ന് പറയുന്നവരാണോ നമ്മൾ? അത് നമ്മളോട് പറയുന്നു അലം യഅ്നിലില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ? അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അല്ലാഹുവിൻ്റെ ദിക്റിലേക്ക് അവരുടെ ഹൃദയങ്ങളെ ആ വിനയത്തോടുകൂടി ഖുശൂഅോടുകൂടി ഒന്ന് മടങ്ങാൻ. വമാ നസല മിനൽ ഹഖ്, അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട യാഥാർത്ഥ്യത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടതിലേക്കും അഥവാ ഈ സത്യത്തിലേക്ക്, ഈ ഖുർആനിലേക്ക് അവർക്ക് മടങ്ങാൻ സമയമായിട്ടില്ല. അല്ലാഹു പറയാ വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ്, ജൂതരെ പോലെ ക്രിസ്ത്യാനികളെ പോലെ വേദഗ്രന്ഥം ലഭിക്കപ്പെട്ട സമുദായങ്ങളെ പോലെ നിങ്ങൾ ആകരുത്. മിൻ ഖബൽ, നിങ്ങൾക്ക് മുമ്പ്. ഫത്വാല അലൈഹിമുൽ അമദ്, കാലങ്ങൾ കുറെ കഴിഞ്ഞപ്പോൾ, ആദ്യമൊക്കെ നല്ലവരായി ജീവിച്ച് കുറെ അങ്ങ് കഴിയുമ്പോൾ ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുത്തുപോകും. അതുപോലെ നിങ്ങളെ ആകരുത്. നിങ്ങൾ ഖുർആനിൻ്റെ ആളുകളാ, ഉമ്മത്ത് മുഹമ്മദാ. നിങ്ങൾ ജൂതരെ പോലെയും ക്രിസ്ത്യാനികളെ പോലെയും ആകരുത്. വകസീറും മിൻഹും ഫാസിഖൂൻ, അവരിൽ അധിക പേരും തമ്മാടികളായിട്ട് മാറിപ്പോവുകയാണ്, അല്ലേ? അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് നരകത്തെ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും നാം നിറക്കുകയാണ്. എന്താണ് ഇവിടെ പ്രത്യേകത? ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് ഹൃദയങ്ങളുണ്ട്, ചിന്തിക്കില്ല. കാതുണ്ട്, കേൾക്കില്ല. കണ്ണുണ്ട്, കാണില്ല. അല്ലാഹു അവസാനം പറയുന്നു ഉലൈക കൽ അൻആം, കന്നുകാലികളെ പോലെയുള്ള മനുഷ്യർ. ചിന്തിക്കാത്ത, കാണാത്ത, കേൾക്കാത്ത മനുഷ്യർ. കന്നുകാലികളെ പറഞ്ഞാൽ അത് പാടില്ലാത്തത്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു ബൽഹും അവൽ, ആ കാലികളെ പറയണ്ട, കാലികളെക്കാൾ പിഴച്ചവരാണ് അവർ. അവരാണ് ഗാഫിലീങ്ങളായി കഴിയുന്ന ആളുകൾ, അശ്രദ്ധയോടുകൂടി കഴിയുന്ന ആളുകൾ. സഹോദരങ്ങളെ, ഒരുപാട് ആയത്തുകൾ ഇതുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷ ഈ ഭൂമിപ്പുറത്ത് വന്നത് പലപ്പോഴും നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ ആയത്തുകളും കാണാൻ സാധിക്കും. എത്രയോ കൊട്ടാരങ്ങളും എത്രയോ തകർന്നടിഞ്ഞു പോയ പ്രദേശങ്ങളും എല്ലാം നമ്മൾക്ക് മുമ്പിൽ അല്ലാഹു തആല ഒരു പാഠമെന്നോണം ഇതൊക്കെ നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. ഒരൊറ്റ ആയത്ത് കൂടി ഓതിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ നമ്മളൊക്കെ എനിക്കിത് വരില്ല, എൻ്റെ പ്രദേശത്ത് ഇതെത്തില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഒരു വചനം ഫകഅയ്യിൻ മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹാ വഹിയ ളാലിമത്തുൻ ഫഹിയ ഖാവിയത്തുൻ അലാ ഉറൂഷിഹാ വബിഇരിൻ മുഅത്തല വഖസ്രിൻ മഷീദ്. സൂറത്തുൽ ഹജ്ജിന്റെ 45-ാമത്തെ വചനമാണ്. ഫകഅയ്യിൻ മിൻ ഖറിയ, ഈ ഭൂമിയിൽ എത്ര ഗ്രാമങ്ങളാണ്. അഹ്ലക്നാഹാ, നാം അവരെ നശിപ്പിച്ചു, തുടച്ചു മാറ്റി. അവർ അക്രമം കാണിച്ചപ്പോൾ, ക്രമം തെറ്റി ജീവിക്കലാണ് അക്രമം. നമ്മൾ ഓർക്കണം, ഈ നിലയ്ക്ക് പടച്ചറപ്പിന്റെ സംവിധാനങ്ങളെ മറന്നുകൊണ്ട് തോന്നിവാസമായി ജീവിക്കുമ്പോൾ അള്ളാഹു നാട്ടുകാരെ നശിപ്പിച്ചു. മേൽപ്പുരകളോടെ അള്ളാഹു തആല അവരെ നിലംപതിപ്പിച്ചു, എല്ലാം നശിപ്പിച്ചു. എത്ര കിണറുകളാണ് നാട്ടിൽ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. വഖസ്രിൻ മഷീദ്, പടുത്തുയർത്തപ്പെട്ട കൊട്ടാരങ്ങളും കോട്ടകളും പോലും അത് തകർത്തെറിഞ്ഞു. എല്ലാം ഒരു നാട് മുഴുവൻ നശിപ്പിച്ചു, അല്ലേ? താമസിക്കാൻ കഴിയാത്ത വിധം. അല്ലാഹു പറയുന്നില്ല ഏത് സമയത്തും വരാം. ഒരുപാട് ആയത്തുകളും ഹദീസുകളും ബാക്കിയാണ്. നമ്മുടെ കയ്യിലൊക്കെ പല ഭാഷകളിലുള്ള ഖുർആനിന്റെ തർജുമ നമ്മുടെ കയ്യിലുണ്ട്. വായിക്കണം നമ്മൾ. സൂറത്തുൽ ഹജ്ജും ഖസ്സും നഹ്ലും അൻകബൂത്തും ഇതിലൂടെയൊക്കെ പല ആയത്തുകളിലൂടെയൊക്കെ ഇതുപോലെയുള്ള സമാനമായ പടച്ചറപ്പിന്റെ ശിക്ഷാ രൂപങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്നു. ഹദീസുകളിൽ പരന്നു കിടക്കുകയാണ്. അന്ത്യദിനത്തിന്റെ അടയാളങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വരാനിരിക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചും ഈ ഭൂമിയിൽ സംഭവിക്കുന്ന പടച്ചറപ്പിന്റെ ശിക്ഷകളെക്കുറിച്ചും
അതുകൊണ്ട് നാം പേടിക്കുക, വിനയപ്പെടുക, ഇസ്തിഗ്ഫാറും ചെയ്യുക, മാപ്പിരക്കുക. അള്ളാഹുവോട് നാം ചെയ്ത അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും നമ്മളിൽ സംഭവിച്ച അബദ്ധങ്ങൾ ഗഫൂറും റഹീമുമായ നാഥൻ നമ്മൾക്ക് പൊറുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗീയ ലോകത്ത് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നവരിൽ നമ്മയും കുടുംബത്തെയും അള്ളാഹു തആല ഉൾപ്പെടുത്തുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളാക്കി നമ്മൾ വളർത്തുമാറാകട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളെ ബാക്കിയാക്കിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതവസ്ഥയിൽ മരിക്കുകയാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് അർഹമുർ റഹീമായ നാഥൻ നമ്മൾക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവേ, നിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾ ചെയ്തു പോയ അബദ്ധങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനെ. ചെയ്തു പോയ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് ഞങ്ങളെ നീ ഒന്നടങ്കം നശിപ്പിക്കല്ലേ റഹ്മാനെ. സ്വർഗീയ ലോകത്ത് വെച്ച് ഫിർദൗസിൽ വെച്ച് നിന്നെ കാണാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. മാരക രോഗങ്ങളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും നീ ഞങ്ങളെയും കുടുംബത്തെയും സർവ്വ മുസ്ലിമീങ്ങളെയും കാക്കണം റഹ്മാനെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ നീ പ്രയാസം ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. നിർഭയത്വമില്ലാത്തവർക്ക് നിർഭയത്വം നൽകണം റഹ്മാനെ. രോഗികൾക്ക് ശമനം നൽകണം റഹ്മാനെ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.